എന്തൊരു കഷ്ടമാണ്. നമുക്ക് ഒരാളുടെ പേഴ്സണലി ഒരു ഇഷ്യൂ ഇല്ല, അല്ലെങ്കിൽ ഇഷ്യൂ ഇല്ല, എനിക്ക് പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പം സത്യങ്ങൾ വിളിച്ച് പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞിട്ടാണോ ഇന്ന് എന്റെ നമ്പർ ഇവള് ലീക്കാക്കിയത്? ഞാൻ പരിപാടി ഉണ്ട് ഇത്. ആണോ? അപ്പൊ ഞാൻ പറയട്ടെ, ഫുൾ ഫയർ. എടാ 15,000 ആൾക്കാർ നാളെ ലൈവ് ഉണ്ടാവും. 15,000 ആൾക്കാർ ഇവിടെ ഉള്ളോണ്ട് ഇവൻ വന്നിട്ട് പറയുന്നുണ്ട് നാളെ ലൈവ് ഉണ്ടാവും. ഇത് എല്ലാം പോയാ എന്താണിത്? എടാ ചെക്കനെ എല്ലാവരും നാളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, എടാ മോളെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് ഈ ബോട്ട് കയറ്റിയിട്ട് മൂഞ്ചേണ്ട അവസ്ഥ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസണാണ് ഇപ്പോൾ പോയത്. നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്ക് ഇന്നേ വരെ നമുക്ക് വന്നിട്ടില്ല. നമുക്കത് വരികയും ചെയ്യില്ല മോളെ, നമുക്കത് വരില്ല. നമുക്ക് കഴിവുണ്ടോ നമുക്ക് വ്യൂസ് വരും. അതിൽ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. അത് നമ്മളെ തലയും നമ്മളെ ബുദ്ധിയും നമ്മളെ എന്താ പറയുക ചേഷ്ടകളും നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടണം. നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അല്ലാണ്ട് നമ്മൾ വെറുതെ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിയാക്റ്റും ചെയ്ത് മൂഞ്ചിക്കഴിഞ്ഞാൽ നടക്കൂല. അത് നടക്കൂല. നമുക്ക് ഈ ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ എണ്ണം ചാറ്റിൽ വന്നിരുന്നു. എല്ലാതിൻ്റെയും വായി അടഞ്ഞു. ഞാൻ കാണിച്ചു തരാം. ഇതാ, എല്ലാതിൻ്റെയും വായി അടഞ്ഞു. ഈ ബോട്ട് എന്ന് പറഞ്ഞിട്ട് കുണച്ച എല്ലാതിൻ്റെയും വായി അടഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ബോട്ടിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇന്നേ വരെ നമുക്ക് ബോട്ടിൻ്റെ ആവശ്യം വന്നില്ല. ഇതിപ്പോൾ ഓളെ ഇഷ്യൂ നടന്നുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ 10K 5 to 8K 9K അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ കൺസിസ്റ്റൻ്റ്. എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ 5 to 8K 5 to 8K ആണ് എൻ്റെ കൺസിസ്റ്റൻ്റ്. എൻ്റെ വ്യൂവേഴ്സ് എല്ലാ കഴിഞ്ഞ ഈ 4-5 ലൈവിലായിട്ട് എനിക്ക് വരുന്ന വ്യൂവേഴ്സ് എൻ്റെ അതാ. ബാക്കി ഇപ്പം വന്നത് ഞാനും പെട്ടെന്നൊന്ന് ഇത് പേടിച്ചു പോയി. ഇപ്പോൾ പോൾ ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി 96% ആൾക്കാർ 14,000 ആൾക്കാർ വോട്ട് ചെയ്തു. 14,000 ആൾക്കാർ വോട്ട് ചെയ്തു. മനസ്സിലായോ? അതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയൊരു മനുഷ്യനാ. മൂപ്പർ ഉണ്ടാക്കി ഒരു സാധനം ആക്കിയെടുത്തിട്ടുണ്ട്. മൂപ്പർ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തൊപ്പി എന്ന് പറഞ്ഞ ഒരാൾ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കായിരിക്കും ഈ പറഞ്ഞ പോലെ ഇതിനു വേണ്ടി കെഞ്ചേണ്ട അവസ്ഥ നമുക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നേ വരെ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് മോളെ, ആ പരിപാടി നമുക്ക് ആവശ്യമില്ല. ഇത് MRG ആണ്, ഇത് MRG ഗ്യാങ് ആണ്. ഇവിടെ ആയിരിക്കും ബോട്ട് കയറ്റി മൂഞ്ചേണ്ട അവസ്ഥ ഇന്നേ വരെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അവസ്ഥ നമുക്കില്ല മോളെ, അത് മനസ്സിലാക്കുക ആദ്യം. ബോട്ട് കയറ്റി മൂഞ്ചേണ്ട അവസ്ഥ വരൂല. ചോട്ട് വരെ പോയി. ബോട്ട് കയറ്റി മൂഞ്ചേണ്ട അവസ്ഥ ഇല്ല. സോ ആ കാര്യങ്ങൾ വിട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ ഇഷ്യൂ കണ്ടിട്ട് വരുന്ന ടീംസ് ആയിരിക്കും. എൻ്റെ കൺസിസ്റ്റൻറ്റ് വ്യൂവേഴ്സ് ഇതല്ല. ഞാൻ പറഞ്ഞല്ലോ 5 to 8K ആണ് എൻ്റെ കൺസിസ്റ്റൻറ്റ് വ്യൂവേഴ്സ്. ഇത് ഈ ഇഷ്യൂ കാണാൻ വേണ്ടി വരുന്ന ആളായിരിക്കും. അപ്പം ഞാൻ പറയാം, അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇവിടെ വിഷയത്തിലേക്ക് പോവാം. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു കാര്യം ആലോചിക്കണം. ഒരു സാധാ ഒരു ഗെയിമിൽ ഉണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ, ആ ഇഷ്യൂവിന്റെ അകത്ത് ഞാൻ വെളിയിലും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, അകത്തും ഈ പേഴ്സണോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഞാൻ ആകെപ്പാടെ ചെയ്ത തെറ്റ്, ആ ഒരു സമയത്ത് എനിക്ക് വിഷമം വന്നപ്പം ഒരു ഗേളിനോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി. അതിന്റെ പേര് ഞാൻ ആരുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലെന്നോ? നീ എന്താ പറയുന്ന മോളെ? എന്താ പറയുന്ന റോക്സി മോളെ? നീ എന്താ പറയുന്നത്? നീ എന്താ അവിടെ ലൈവിൽ പോയിട്ട് പറഞ്ഞത്? നീ എന്താ അവിടെ പോയിട്ട് പറഞ്ഞത്? നീ പറഞ്ഞു ഷമീർ കോൾ ഗേൾ എന്ന് വിളിച്ചു, ഷമീർ എന്നെ അപമര്യാദയായി പെരുമാറി, അവൻ അങ്ങനത്തെ ഇതായിരുന്നു, RPയിൽ ആരും ഇന്നേ വരെ എന്നോട് പെരുമാറാത്ത രീതിയിലാണ് ഇവൻ പെരുമാറിയത്. എന്നിട്ട് നീ കരഞ്ഞു. നീ ഫേക്ക് ഒരു ഡ്രാമ ഇട്ടു. അല്ലേ? ആണ്, നീ ഫേക്ക് ഒരു ഡ്രാമ ഇട്ടു മോളെ. കരഞ്ഞിട്ട് നീ ഒരു ഡ്രാമ ഇട്ടു അല്ലേ? ആണോ അല്ലോ? ഇട്ടു. അത് പൊളിയും ചെയ്തു, ഇവിടെ എക്സ്പോസ്ഡ് ആയും ചെയ്തു. എൻ്റെ ലൈവിലുള്ള ആൾക്കാർക്കും ഇതിലെ വ്യൂവേഴ്സിനും മനസ്സിലായും ചെയ്തു നീ എന്താ ചെയ്തതെന്നും എന്താ നടന്നതെന്നും ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. സോ അത് വിട്, നമുക്ക് ബാക്കി നോക്കാം. ഇത്രയും മാത്രം മതിയല്ലോ. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇത് മതിയല്ലോ മോളെ. പ്രശ്നമായി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ല ഞാൻ എൻ്റെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്റെ ചാനല് ബോട്ട് വ്യൂസ് അടിച്ച് 22,000 വ്യൂസ് എങ്ങനെയായിരുന്നു ഹയസ്റ്റ് പീക്ക്. 22,000 ബോട്ട് കൗണ്ട് അടിച്ച് എന്റെ അതെന്താ അറിയാം? 22,000 ബോട്ട് വ്യൂസ് അല്ല. അതായത് ഇവളെ ലൈവ് എന്ന് പറഞ്ഞാല് 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ ആണ്. അപ്പോൾ ഈ ഓരോരാൾ കയറിയിട്ട് ഇറങ്ങും. ഇത് എനിക്കും സംഭവിക്കുന്നത്. അതായത് ഇന്നലെ എൻ്റെ
ഈ ലൈവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ലൈവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരാ? നമുക്ക് മാക്സിമം ഇപ്പോൾ കയറിയ എത്ര ആൾക്കാരാ? 15,000 ആൾക്കാരാണോ? 15K നമുക്ക് കയറിയത് അല്ലേ? 15K നമുക്ക് കയറിയത്. ഈ 15K ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു 90K ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതെന്താ വെച്ചാൽ ഓരോരോ ആൾക്കാർ വരും. അതായത് ഈ 90,000 ആൾക്കാർ ഇത് വരുന്നു, ഇത് കാണുന്നു. ഇതെന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഇത് ബോട്ടാന്ന് തോന്നാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇതുവരെ അത്രയും വ്യൂസ് കയറിയിട്ടില്ല. നിങ്ങൾക്ക് മാക്സിമം കയറിയത് 10K ആണ്. പൊന്നുമോളെ, നിങ്ങൾക്ക് മാക്സിമം കയറിയ വ്യൂസ് എന്ന് പറഞ്ഞാൽ 10K ആണ്. അപ്പോൾ ആ 10K ആണ് നിങ്ങൾക്ക് ഇതുവരെ കയറിയ വ്യൂസ്. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ലൈവ് കഴിയുമ്പോൾ 60Kയും 50Kയിലും കാണുമ്പോൾ നീ ഷോക്കാവും. അത് സ്വാഭാവികം. കാരണം എന്താ, നിനക്ക് ഇന്നേ വരെ നിന്റെ ലൈഫിൽ ഇല്ലാത്ത വ്യൂസാണ് അത്. എന്തോ എന്നെക്കുറിച്ച് എന്തോ റിയാക്ട് ചെയ്ത നിന്റെ മിനിയാത്ത ലൈവിനുണ്ട് 30K വ്യൂസ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ലൈവ് കഴിയുമ്പം വരുന്ന വ്യൂസാണ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന 14,000 ആൾക്കാർ ഞാൻ ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 60K 70K വ്യൂസ് ഉണ്ടാവും. അതാ സംഭവം. ഓക്കെ, ഇതെല്ലാ യൂട്യൂബേഴ്സിനും ഇങ്ങനെ. നിങ്ങൾ എല്ലാവരുടെ ലൈവ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ ആൾക്കാർ വരും, ഇവർ ഇത് കാണും, 1 സെക്കൻഡ് കാണും, ഇപ്പോൾ പോകും. ഇപ്പം തന്നെ 15K, ഇപ്പം എത്ര 13.5K ആയി. ഇവർ കണ്ടു, ഇവർ പോയി. എറ്റ് എ ടൈം 22K ആവും. എറ്റ് എ ടൈം 22K ആവുന്നു. ലൈവ് എൻ്റെ ചെയ്തപ്പോൾ ആയിരിക്കുമല്ലേ 22K വന്നിട്ടുണ്ടാവുക. അല്ലാണ്ട് ഇവിടെ ഓൺ ലൈവിൽ 22K വന്നോ? ഓൺ ലൈവിൽ വന്നോ? പോടാ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പോട്ടാ. ഞാൻ വിചാരിച്ചു ലൈവ് എൻ്റെ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഒറ്റ ടൈം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, അത് ഇതായിരിക്കും, ബോട്ടായിരിക്കും. എറ്റ് എ ടൈം വന്നതാണെങ്കിൽ എനിക്കറിയില്ല. ഇപ്പം എറ്റ് എ ടൈം 22K വന്നതാണെങ്കിൽ അത് ബോട്ടായിരിക്കും. അത് ഞാൻ ചെയ്തതല്ല, നമ്മളാരും ചെയ്തതല്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മോളെ, അത് മനസ്സിലാക്കി. നമ്മൾ ഓർഗാനിക്കായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഓർഗാനിക്കായിട്ട് വ്യൂസ് കൂട്ടി അങ്ങനെ പോകുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ പരിപാടിൻ്റെ ആവശ്യം വരുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ദാരിദ്ര്യം വരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന പോലത്തെ ഈ ദാരിദ്ര്യം ഉണ്ടല്ലോ, ഈ ദാരിദ്ര്യം നമുക്കില്ല. അത് മനസ്സിലാക്കാതെ. ഓക്കെ, ഇതാണ് പറഞ്ഞത്. മിണ്ടാതിരുന്നാലും പ്രശ്നമാണ്, മിണ്ടിയാലും പ്രശ്നമാണ്. മിണ്ടിക്കൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. എന്തൊരു കഷ്ടമാണ്. നമുക്ക് ഒരാളുടെ പേഴ്സണലി ഒരു ഇഷ്യൂ ഇല്ല, അല്ലെങ്കിൽ ഇഷ്യൂ ഇല്ല, എനിക്ക് പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പം സത്യങ്ങൾ വിളിച്ച് പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞിട്ടാണോ ഇന്ന് എൻ്റെ നമ്പർ ഇവള് ലീക്കാക്കിയത്? ഞാൻ ഇത് വിട്ട കേസാ. നമ്മൾ മിനിയാന്നത്തെ ലൈവിൽ ഈ പ്രശ്നം നമ്മൾ തീർത്തു. നമ്മൾ ഇത് വിട്ടു, നമ്മൾ ഈ സംഭവമേ വിട്ടു. ഓക്കെ, നമ്മൾ ഈ സംഭവം വിട്ട് തീർത്ത കേസാണിത്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ പരിപാടിയെ വിട്ടു. നമ്മൾ ഈ സംഭവം ഇവളെ കാര്യമേ നമ്മൾ മറന്നു. നമ്മളെ ഫണ്ടും നമ്മളെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ പോവാ. നമ്മളെ മങ്കിയും പെണ്ണുപിടുത്തവും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മളെ ലൈവ് മുമ്പോട്ട് കൊണ്ടുപോയിക്കാം. അപ്പാണ് ഇവള് എൻ്റെ നമ്പർ എടുത്ത് ലീക്കാക്കിയത്. എൻ്റെ നമ്പർ ഇന്ന് ഇവള് ലൈവിൽ വന്ന് എൻ്റെ നമ്പർ ലീക്കാക്കിയിട്ട് ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ഫോണിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ ഫോണിൽ എത്ര കോള് വരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ ഇതിൻ്റെ അവസ്ഥ. ഇതാണ്, നോക്കിക്കോ, കണ്ടോ? ഇതെന്താ കാരണം? ഇവരുടെ നമ്പർ ലീക്കാക്കിയിട്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇവള് ഒരു തെറ്റ് ചെയ്തു, അതിനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവള് ലൈവ് എൻ്റെ ചെയ്ത് പോയി. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഇതാണ് ഒരു ഗെയിമിന്റെ കാര്യം സംസാരിക്കാൻ പോലും ഇല്ലാത്ത കാര്യം ഇത്രയും വലിയ ഇഷ്യൂ ആക്കി ഇവിടം വരെ എത്തിച്ച് സംസാരിക്കാൻ ഇതില്ലെങ്കിൽ പിന്നെ ഇവളെന്തിനു സംസാരിച്ചു? ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവളെന്താ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഡാഡി വർത്താനം പറയുന്നേ? ഗെയിമിംഗ് ചാനൽ, എന്റെ ചാനൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലുള്ള 100% ഉത്തരവാദിത്തം ആർക്കാണെന്ന് പറയാൻ തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ ചാനൽ പൂട്ടിക്കുന്നത് അത്രയും വലിയ കാര്യമൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. പിന്നെ ചാനൽ പൂട്ടിക്കാൻ ഞാൻ ആരോടും ചാനൽ പൂട്ടിക്കാൻ പറഞ്ഞിട്ടില്ലേ? എൻ്റെ നമ്പർ നീ ലീക്കാക്കിയത് കണ്ടിട്ട് ഞാൻ എൻ്റെ അവസ്ഥ ട്രാൻസ്പാരൻ്റ് ആയിട്ട് എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. ആ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്തല്ല, പ്രൈവറ്റ് ആക്കി വെച്ചു. അപ്പോൾ ആ ലൈവ് കണ്ട ഒരു 40 മിനിറ്റ് എന്തോ ഞാൻ ലൈവ് ചെയ്തു. ആ ലൈവിൽ മൊത്തം 1 സെക്കൻഡ് കൂടാണ്ട് എൻ്റെ ഫോൺ അടക്കം 256 GB ഇതിൽ സ്റ്റോറേജ് ഉള്ള എൻ്റെ iPhone 14 ലാഗ് ആകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എത്രമാത്രം കോൾ എനിക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിന് കാരണക്കാരിയായ ഇവള് അതും ഞാൻ വിട്ട് കളഞ്ഞേക്കെന്നുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഞാൻ സ്വയം ഇവിടുന്ന് ഞാൻ എന്തെല്ലോ കാണിച്ചു കൂട്ടി, ഞാൻ മറ്റേ ഇതടിച്ച് പൊളിച്ചു, മറ്റേ ചില്ലടിച്ച് പൊളിച്ചു. ഇതൊക്കെ ഞാൻ എൻ്റെ സ്വയം പിരാന്തിന് ഞാൻ ചെയ്തതാണ്. അത് അവിടെ തീർന്നു. ഓക്കെ, ഞാൻ ഇവളടുത്ത് പോയിട്ട് ആരും ഇവളെ പൂട്ടിക്കുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് സ്വയം ചാറ്റിന് എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് തോന്നി, അവർ ചെയ്തായിരിക്കും. ഇതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഇത്രയും പ്രശ്നം തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒന്നും എനിക്കും ആ വ്യക്തിക്കും ഇടയിലില്ല.
എനിക്ക് ഇപ്പോഴും ആ വ്യക്തിയുമായിട്ട് പേഴ്സണലി ഒരു ഇഷ്യൂസും ഇല്ല. ആർപ്പാടുള്ളൊരു മോശം എന്നെ ചെറ്റാന്ന് വിളിച്ചു. ബ്രോ ഞാൻ നിങ്ങൾ എന്നെ ചെറ്റാന്ന് വിളിക്കാൻ വേണ്ടി ബ്രോ ഞാൻ നിങ്ങളെ പേഴ്സണലി ഹരാസ് ചെയ്തിട്ടില്ല, ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഞാൻ പേഴ്സണലി ഹറാസ് ചെയ്തിട്ടില്ലെന്നോ? എന്നെ വിളിച്ച് സോറി പറയാൻ പറഞ്ഞതും ഇവൾ കരുണതിൻ്റെയും എല്ലാ റെക്കോർഡിങ്സും എൻ്റെ കയ്യിലുണ്ട്. ഇവൾ കരുണതിൻ്റെ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. വിളിച്ചിട്ട് ലൈവ് കഴിഞ്ഞപ്പോൾ ഇവൾ വിളിച്ച് കരുണതിൻ്റെ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അറിയണോ? മിനിയാത്ത ലൈവ് ഞാൻ എൻ്റെ ആക്കി പോയപ്പോൾ ഇവൾ വിളിച്ച് കരുണതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ സോറി പറഞ്ഞത്. ഞാൻ അത് കണ്ട് ഇവളോട് സോറി പറഞ്ഞു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവളൊരു പാമ്പാന്നുള്ളതും ഇവളെ പരിപാടി ഫെയിം ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഇവൾ വന്നതെന്നുള്ളത്. മോശം പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും പറയണ്ടില്ല നിങ്ങളിതായിട്ട്. അപ്പം ഇത് ഞാൻ മിണ്ടാതിരുന്നിട്ട് നിങ്ങൾ എന്നെ പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ യൂട്യൂബ് ചാനൽ കൂട്ടിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ എന്ത് ആവശ്യമാണ്? ആഫ്റ്റർ ഓൾ വെറും ഒരു ഗെയിം നടന്നൊരു കാര്യമാണ് ഇത് റിയൽ ലൈഫിൽ ഇട്ട് അടുപ്പിക്കുന്നത്. ദിസ് ഇസ് ടു മച്ച് മാൻ, ദിസ് ലൈക്ക് ടു മച്ച്. ഓക്കെ, സ്റ്റോറി അറിഞ്ഞല്ലോ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് 15-16 ഗെയിലേക്കെല്ലാം പോകുന്നുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാം പോയിക്കോ. ഇവിടെ നിങ്ങൾക്ക് തരാനും മാത്രമുള്ള സാധനം എൻ്റെ കയ്യിലില്ല. ഞാൻ പറയാലോ, നിങ്ങൾക്ക് തരാൻ മാത്രമുള്ള സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇവിടെ ഒരു 5 to 8K വാച്ചിങ് ഡെയിലി ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. നമ്മളെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഓൺ ടൈം വ്യൂസ് എന്ന് പറഞ്ഞാൽ 5 to 8K വ്യൂവേഴ്സാണ് നമ്മളെ സ്ഥിരം വരുന്ന ആൾക്കാർ. അവരെ ഞാൻ എൻജോയ് ചെയ്യിപ്പിക്കുന്നത് നമ്മളെ മങ്കി നമ്മളെ കാര്യങ്ങളുമാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഓഡിയൻസാണെന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, എന്താ പറയുന്നത്? സ്റ്റോപ്പോ? സ്റ്റോപ്പ് ചെയ്തു. എടാ എനിക്ക് പറയാനില്ലടാ, എന്നെ ഇത്രയും ചെയ്ത് ഇത്രയും എന്നെ ചെയ്ത ഇവളെ കുറിച്ച് ഞാൻ ഒരു 5 മിനിറ്റ് വർത്താനം ഓവറായിട്ട് പറഞ്ഞതിനാണോ നിങ്ങൾ എന്നെ പറയുന്നത്? അത് ഞാൻ പറയണ്ടടാ മോനെ, അത് ഞാൻ പറയണ്ടേ? എന്നെ ഇത്രയും ചെയ്യിപ്പിച്ച് എന്നെ പിരാന്തനാക്കി, എൻ്റെ ഒരു ലൈവും പ്രൈവറ്റ് ഇടിയിപ്പിച്ച് എന്നെ അങ്ങനെ ചെയ്യിപ്പിച്ച് ഇവളെ ഞാൻ എന്തെങ്കിലും പറയണ്ടേ മച്ചാനെ? എന്തെങ്കിലും ഞാൻ പറയണ്ടേ? ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ മൂഞ്ചാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ വെറുതെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാൻ 2 വർത്താനം പറയണ്ടേ? ഞാൻ പറഞ്ഞതിനാണോ പോയപ്പോൾ? അത് ഞാൻ പറയണം. ഓക്കെ, GTA